യൂറോപ്പിന്റെ സുരക്ഷാ സാഹചര്യം കൂടുതൽ ആശങ്കയുണ്ടാകുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ കൂടുതൽ ശക്തരാകുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്ന യുക്രൈനിനുള്ള സൈനിക സഹായം അമേരിക്ക നിർത്തിവച്ചിരിക്കുകയാണ്. യുക്രൈന് മാത്രമല്ല, മറ്റു പല രാജ്യങ്ങൾക്കുമുള്ള സൈനിക സഹായം നിലയ്ക്കുന്ന ഘട്ടത്തിലാണ്. ഇതേ തുടർന്ന് യൂറോപ്പിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി യൂറോപ്യൻ കമ്മീഷൻ ഒരു മഹത്തായ പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് പോസ്റ്റാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം അടുത്ത 4 വർഷത്തിനുള്ളിൽ ഏകദേശം 800 ബില്യൺ യൂറോ സമാഹരിച്ച് യൂറോപ്യൻ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നതാണ്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ ആണ് റിയാം യൂറോപ്പ് എന്ന പേരിൽ പുതിയൊരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലണ്ടനിലെ ലെങ്കാസ്റ്റർ ഹൗസിൽ നടന്ന ഉന്നതതല യോഗത്തിന് ശേഷം വോൺ ഡെർ ലെയൻ പദ്ധതിയുടെ പ്രധാന ഘട്ടങ്ങൾ അവതരിപ്പിച്ചു. യൂറോപ്യൻ പ്രതിരോധം അടിയന്തരമായി ശക്തിപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. യൂറോപ്യൻ യൂണിയൻ അതിന്റെ സൈനിക തയ്യാറെടുപ്പുകൾ വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ ചൂണ്ടിക്കാട്ടിയതോടൊപ്പം പ്രതിരോധത്തെ സ്വയം പര്യാപ്തത നേടാനുള്ള കൂട്ടായ ശ്രമങ്ങൾ വേണമെന്ന് കമ്മീഷൻ ഊന്നിപ്പറഞ്ഞു. ഈ റിയാം യൂറോപ്പ് പദ്ധതി പാശ്ചാത്യ പ്രതിരോധ രംഗത്തിന് സാമ്പത്തികമായും ഘടനാപരമായും പിന്തുണ നൽകുന്നതിന് രൂപകൽപ്പന ചെയ്തതാണ്. ഈ പദ്ധതിയുടെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾക്ക് അവരുടെ പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിക്കാനുള്ള അവകാശം നൽകുക എന്നത്. എന്നാൽ അതിനായി യൂറോപ്യൻ യൂണിയന്റെ ധനകാര്യ നിയമങ്ങൾ ലംഘിക്കേണ്ടി വരില്ല. ബജറ്റ് നിയന്ത്രണങ്ങൾ താൽക്കാലികമായി ഇളവ് നൽകുന്നത് വഴി രാജ്യങ്ങൾക്ക് അവരുടെ GDPയുടെ ശരാശരി 1.5% വരെ പ്രതിരോധ ചെലവുകൾ ഉയർത്താൻ സാധിക്കും. ഈ മാറ്റം 4 വർഷത്തിനുള്ളിൽ ഏകദേശം 650 ബില്യൺ യൂറോയുടെ സാമ്പത്തിക പ്രയോജനം നൽകുമെന്നാണ് കണക്ക്. മറ്റൊന്ന്, പ്രതിരോധ നിക്ഷേപങ്ങൾ എളുപ്പമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ്. സമൂഹവൽക്കരിച്ച പ്രതിരോധ നിക്ഷേപങ്ങൾ സുഗമമാക്കാൻ യൂറോപ്യൻ കമ്മീഷൻ 150 ബില്യൺ യൂറോയുടെ വായ്പാ സഹായം അംഗരാജ്യങ്ങൾക്ക് നൽകാൻ പദ്ധതിയിടുന്നുണ്ട്. ഈ ഫണ്ടുകൾ പ്രധാനമായും മിസൈൽ പ്രതിരോധ, ഡ്രോൺ ടെക്നോളജി, പീരങ്കി സംവിധാനങ്ങൾ, സൈബർ സുരക്ഷാ ശേഷികൾ, വെടിമരുന്ന് ഉൽപാദനം തുടങ്ങിയ മേഖലകളിലെ വികസനത്തിനായി ഉപയോഗിക്കും. റഷ്യ യുക്രൈനെ ആക്രമിച്ച സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സേനാ ശക്തിപ്പെടുത്തലുകൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നിർണായകമാണ്. പദ്ധതിയുടെ പ്രഖ്യാപന വേളയിൽ വോൺ ഡെർ ലെയൻ വിശദീകരിച്ചതുപോലെ, നാം പിന്നോട്ടല്ല മുന്നോട്ടാണ്. ഈ സംരംഭം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ഇടം നൽകും. അതിനൊപ്പം നാറ്റോയുടെ എല്ലാ പങ്കാളികളും ഒരുമിച്ച് പ്രവർത്തിക്കും. എന്നിരുന്നാലും ഈ പദ്ധതിക്ക് യൂറോപ്യൻ യൂണിയനുള്ളിൽ തന്നെ കടുത്ത അഭിപ്രായ ഭിന്നത നേരിടേണ്ടി വരുമെന്നത് സംശയമില്ല. ജർമ്മനിയും നെതർലാൻഡ്സും ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള വായ്പാ പദ്ധതികളെ ചരിത്രപരമായി തന്നെ എതിർക്കാറുള്ളവരാണ്. ഈ രാജ്യങ്ങൾ പങ്കിട്ട കടബാധ്യതകളെക്കുറിച്ച് ആശങ്കകൾ പ്രകടിപ്പിക്കുന്നതിനാൽ പുതിയ സംരംഭത്തിൽ അത്ര എളുപ്പത്തിൽ അംഗീകാരം ലഭിക്കില്ല. COVID-19 മഹാമാരിക്ക് ശേഷം പുനരുദ്ധാരണ ഫണ്ടുകൾ പ്രതിരോധ ചെലവുകൾക്കായി ഉപയോഗിക്കണമെന്ന ആശയം കൂടിയത് തന്നെ വലിയ തർക്കവിഷയമാണ്. അതിനൊപ്പം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈനുള്ള സൈനിക സഹായം പെട്ടെന്ന് നിർത്തിയതും ആശങ്കയിലാഴ്ത്തിയ സംഭവമായി. ഈ സാഹചര്യം യൂറോപ്പിന്റെ പ്രതിരോധം സ്വയം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെ വ്യക്തമാക്കിയിരുന്നു. ജർമ്മനിയുടെ വിദേശകാര്യ മന്ത്രിസ്ഥാനത്ത് നിന്ന് പിന്മാറുന്ന അന്നലീന ബെയർബോക്ക് റിയാം യൂറോപ്പ് പദ്ധതിയെ യുക്രൈന് കൂടുതൽ മികച്ച സൈനിക സാമ്പത്തിക പിന്തുണ നൽകാനുള്ള ആദ്യ പടിയെന്നാണ് വിശേഷിപ്പിച്ചത്. അവരുടെ പ്രസ്താവന യൂറോപ്യൻ യൂണിയൻ അതിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കേണ്ടതിന്റെ അനിവാര്യതയെ വെളിപ്പെടുത്തുന്നതാണ്. എന്നിരുന്നാലും യൂറോപ്യൻ യൂണിയനുകളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പദ്ധതിക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബാനും സ്ലോവാക്യയുടെ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയും യുക്രൈനെ സഹായിക്കേണ്ടതിൽ താൽപ്പര്യമില്ലെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ നിലപാട് റിയാം യൂറോപ്പ് പദ്ധതിയെ യൂറോപ്യൻ യൂണിയൻ ഒരു ഏകീകൃത നിലപാട് സ്വീകരിക്കുന്നതിന് വലിയ തടസ്സമായി മാറുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ പ്രതിരോധ മേഖലയിൽ കൂടുതൽ സാമ്പത്തിക ഉപാധികൾ ഉപയോഗിക്കുന്നതിനായി വിവിധ രീതികൾ പരീക്ഷിച്ചു വരുന്നുണ്ട്. യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ പങ്ക് വിപുലീകരിക്കൽ, സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കൽ, പ്രതിരോധ ചെലവുകൾക്കായി കൊഹീഷൻ പോളിസി ഫണ്ടുകൾ വിനിയോഗിക്കുക തുടങ്ങിയ നടപടികൾ ഇതിനകം തന്നെ ആലോചനയിലുണ്ട്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് വോൺ ഡെർ ലെയൻ ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയതുപോലെ ഇപ്പോൾ ഏറ്റവും നിർണായകവും അപകടകരവുമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് യൂറോപ്പ് കടന്നുപോകുന്നത്. കൂടുതൽ തന്ത്രപരമായ സ്വയംഭരണത്തിനായി തീരുമാനങ്ങൾ കൈക്കൊള്ളണോ അതോ ബാഹ്യ സഖ്യകക്ഷികളെ ആശ്രയിച്ചു പോകണമോ എന്നത് യൂറോപ്യൻ യൂണിയന് മുന്നിലുള്ള വലിയ ചോദ്യമാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ നിന്ന് വ്യക്തമാണത്. യൂറോപ്പ് പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തമാകാനോ അതോ പഴയ പോലെ മറ്റ് ശക്തികളെ ആശ്രയിച്ചു പോകാനോ തീരുമാനമെടുക്കേണ്ട സമയമായി എന്നതാണ്. പക്ഷേ
യൂറോപ്യൻ യൂണിയനിൽ ഇപ്പോഴും നിലനിൽക്കുന്ന പലതരം തർക്കങ്ങളും അഭിപ്രായ വൈരുദ്ധ്യങ്ങളും ഈ തീരുമാനമെടുക്കുന്ന വഴിയെ വലിയ വെല്ലുവിളിയാകും. നിലവിൽ യൂറോപ്യൻ യൂണിയൻ തന്റെ ഭാവി സുരക്ഷാ ദൗത്യങ്ങളെക്കുറിച്ചുള്ള ഒരു നിർണായക വഴിത്തിരിവിലാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അന്തിമമായി തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതിനാൽ യൂറോപ്പ് പ്രതിരോധം ശക്തിപ്പെടുത്തി സ്വയം പര്യാപ്തമാകുമോ അതോ ഭാവിയിലും അനിശ്ചിതത്വങ്ങൾ തുടരുമോ എന്നത് അടുത്ത കുറച്ചു മാസങ്ങൾ നിർണായകമാക്കുന്നതാണ്.